ഇന്നത്തെ നമ്മുടെ ഉപന്യാസ വിഷയം ഇയ്യോബിനെ പോലെ ആയിത്തീർന്നെങ്കിൽ എന്നുള്ളതാണ്. ഇയ്യോബിനെ പോലെ ആയിത്തീർന്നെങ്കിൽ ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കുന്നത് കൊണ്ടല്ല ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ തെറ്റു പറയാതെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്നാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കൂട്ടുകാർ നിന്ദിച്ചപ്പോൾ, ദൈവം പോലും തന്നെ മറന്നു കളഞ്ഞു എന്ന് തോന്നിയപ്പോൾ, തൻ്റെ ജീവിതം താൻ തിരിഞ്ഞ് പുറകോട്ട് ചിന്തിച്ചു. ദൈവസന്നിധിയിൽ ചിലതെല്ലാം നിരത്തി വെച്ചു. തൻ്റെ സംസാരം നിർത്തിയതായി നാം കാണുന്നു. ഇയ്യോബ് തൻ്റെ ജീവിതത്തിന്റെ എല്ലാ വംശങ്ങളിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും വിധേയമാക്കി. കൺമോഹം, ജഡമോഹം തുടങ്ങിയവ വലിയ പാപം ആണെന്നുള്ളത് തന്നെത്താൻ മനസ്സിലാക്കി. ഇയ്യോബ് 31:1, മത്തായി സുവിശേഷം 5:28 വാക്യങ്ങൾ. ഒരു ചെറിയ വസ്തു കൊണ്ടല്ല, തൻ്റെ അകം കൊണ്ടും പുറം കൊണ്ടും ദൈവത്തെ ഐശ്വര്യപ്പെടുത്തുവാൻ താൻ തുനിഞ്ഞില്ല. ഇയ്യോബ് 35:2-4 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ജീവിതത്തിൽ താൻ പരമാർത്ഥതയോടെ കാര്യങ്ങൾ നടത്തിയെന്നും ധൈര്യത്തോടെ പറയുന്നു. താൻ ഏതെങ്കിലും തെറ്റ് ചെയ്തുവെങ്കിൽ എന്നെ ദൈവം ഒരു തുലാസിൽ തൂക്കി നോക്കട്ടെ എന്ന് പറയുന്നു. നാമും നമ്മുടെ ഇടപാടുകൾ അങ്ങനെ തന്നെ പറയുവാൻ ഇടവരട്ടെ. നാം മറ്റുള്ളവരെ ആദരിക്കുന്നതും ദൈവം കാണുന്നു. ആ ബോധത്തോടു കൂടി താൻ തൻ്റെ കൂടെയുള്ളവരെ മാനിക്കുന്നു. ഇയ്യോബിന്റെ ഭയം. ദൈവം തന്നോട് ചോദിക്കുമ്പോൾ തൻ്റെ ഉത്തരം തനിക്ക് എങ്ങനെ ദൈവത്തോട് പറയുവാൻ കഴിയും? ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ തനിക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കയില്ല എന്നുള്ള ഒരു വലിയ ഭയം തന്നെ അലട്ടിയിരുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണ്. തന്നെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് മറ്റുള്ളവരെ സൃഷ്ടിച്ചത്. ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ ഞാൻ എത്രത്തോളം താഴ്മയോടും വിനയത്തോടും കൂടി ആയിത്തീരുന്നുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അനേകർ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചെങ്കിലും താൻ ഉയരത്തിലെ ദൈവത്തെ നിഷേധിക്കാതെ മറ്റു പലരിനെയും ഉള്ളിൽ സംഗ്രഹിച്ചും അഥവാ തൻ്റെ ധനത്തെയും കീർത്തിയെയും ഒന്നും വലുതാക്കി കാണാതെ ദൈവത്തെ സത്യസന്ധനായി ആരാധിച്ചു എന്ന് സാക്ഷ്യം പറയുന്നു. തൻ്റെ ശത്രുക്കളുടെ നാശത്തിൽ താൻ സന്തോഷിച്ചില്ല. ഇയ്യോബിനെ പോലെ വളരെ ശത്രുക്കൾ ഉണ്ടെങ്കിലും അവൾക്ക് നാശം വന്നാൽ താൻ സന്തോഷിക്കുകയില്ലേ എന്ന് പറയുന്നു. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മെ പരിഹസിക്കുന്നവർ, നിന്ദിക്കുന്നവർ, ഒന്നുമില്ലാതെ ദോഷം ചിന്തിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നമ്മെ നിഷേധിക്കുന്നവർ, ഇത്തരത്തിലുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കും. എന്നാൽ അവരോടുള്ള നമ്മുടെ വീക്ഷണം എങ്ങനെയാണ്? നിന്റെ ശത്രു വീഴുമ്പോൾ നാം സന്തോഷിക്കുവാൻ പാടില്ല. ഇയ്യോബ് തൻ്റെ കുറവുകളെയും കുറ്റങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. തൻ്റെ അതിർത്തി താൻ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഭക്തനെ പോലെ സംസാരിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും താൻ പറഞ്ഞ സർവശക്തനായ ദൈവത്തിനെ വരവേൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ഈ പുതിയ വർഷത്തിൽ ഒരു പുത്തൻ രൂപാന്തരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് ഇത്രയും പറഞ്ഞാണ് എൻ്റെ ഉപന്യാസത്തിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു.